ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച ആ നിയമനിർമ്മാണ സഭയിൽ മലയാളികളുടെ എണ്ണം എത്രയുണ്ടായിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കാമോ? ആകെ അതിൽ 17 മലയാളികളുണ്ടായിരുന്നു. അവർ തിരുവിതാംകൂറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും മദ്രാസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും കൊച്ചിയുടെ റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ ആയിട്ടാണ് ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അതിൽ തിരുവിതാംകൂറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് അതിലുണ്ടായിരുന്നത് ഒന്ന് പട്ടംതാണ്ട് പിള്ള, പിന്നെ ആർ ശങ്കർ, പിന്നെ PS നടരാജൻ പിള്ള, KA മുഹമ്മദ്, PT ചാക്കോ, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകൻ PT ചാക്കോ, പിന്നെ ആനി മഷ്ക്രീൻ എന്ന ലേഡി. ഇത്രയും പേരാണ് ട്രാവൻകൂറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് അതിൽ ഉണ്ടായിരുന്നത്. പിന്നെ ജോൺ മത്തായി എന്ന് പറയുന്ന വ്യക്തി യുണൈറ്റഡ് പ്രൊവിൻസസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ സഭയിലുണ്ടായിരുന്നു. വളരെ അടുത്ത ആളായിരുന്നു നെഹ്റുവിൻ്റെ ജോൺ മത്തായി എന്ന് പറയും. അദ്ദേഹം യുണൈറ്റഡ് പ്രൊവിൻസസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മലയാളിയായിട്ട് ആ സഭയിൽ. കൊച്ചിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്ന് പറയുന്ന വ്യക്തിത്വം. പിന്നെ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് മദ്രാസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തായിരുന്നു. മദ്രാസ് അന്ന് ഒരു പ്രസിഡൻസി ആയിരുന്നല്ലോ, അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് K മാധവ മേനോൻ, അതുപോലെ P കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി, KTA മുഹമ്മദ്, ഇബ്രാഹിം B പോക്കർ, MK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, അതുപോലെ മുഹമ്മദ് ഇസ്മായിൽ, അമ്മു സ്വാമിനാഥൻ, പിന്നെ ദാക്ഷായണി വേലായുധൻ, ഇത്രയും പേര് മദ്രാസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ 17 മലയാളികൾ, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നമ്മുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു.